രാവിലെ ആയില്ലേ, നീ കുളിച്ചേക്കാം. അത് നല്ല കാര്യം, നീ കുളിച്ചോ. നീ കുളിക്കേതാ? നീ എന്താണ് കുളിക്കുന്നത്? ആ ശരി, നീ ഞാൻ കുറച്ച് എണ്ണ കുളിച്ചു. അന്ന് വേണ്ട, ഇന്ന് കുളിക്കുന്നില്ല. നീ പോയി കുളിക്ക്. ശുദ്ധയാക്. ആ പൂച്ച എന്ത് ക്യൂട്ടാന്ന്. ആ പൂച്ച എന്ത് ക്യൂട്ടാ, അതിനെ വളർത്താം. ആ വളർത്തിക്കോ. പൂച്ചകളാണ് നീ വളർത്താൻ പോകുന്നത്. അത് കണ്ട ശരീരം എല്ലാം ചുറ്റിട്ടുണ്ട്. അയ്യേ, അത് പണമുള്ള ആയിട്ടൊന്നും വേണ്ടല്ലേ. ഇവിടെ നിറയെ പൂക്കളാ. ഈ പൂക്കളൊക്കെ കാണും പെരുത്ത് കയറോ. ഇതെല്ലാം വെട്ടി കാണും. അങ്ങനെ ചെയ്യില്ലേ, എന്തൊരു നല്ല പൂക്കളാ. അതിന് വേദനിപ്പിക്കത്തില്ലേ? ശരിയാ, ആ പൂനെ വെട്ടിക്കളയണ്ട. ആയിട്ട് എന്തിനാ വെറുതെ ഓരോന്നൊക്കെ ദർശനം. ആ ഡെവിൾ എന്നെ ചീറ്റയൊക്കെ വന്നേക്കാം. ആ ഡെവിൾ കാരണം നീ കുളിച്ചില്ല. നല്ല പൂച്ചേനെ പോലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അത് ഓടിപ്പോയി. ആ പൂക്കളുടെ ഇടയ്ക്ക് വിഷമുള്ള പാമ്പുകൾ മറന്നിരിക്കും നിന്നെ കുത്താൻ. നിങ്ങൾ പോയ തുണിയെല്ലാം ഒന്ന് വിരിച്ചേ. അത് വന്നു ഞാൻ വിരിച്ച് മര്യാദക്ക് ഒന്നും കൂടി ഒന്ന് വിരിച്ചേ. ആ ശരി അമ്മേ. ആ തുണികളൊന്നും താഴെ അതൊക്കെ നിന്റെ ദേഹത്തേക്ക് അഴുക്ക് പറ്റിക്കും. അങ്ങനെ ചെയ്യില്ല, നിന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടതാ. നീ ആ തുമ്പ എടുത്ത പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കേ. എന്ത് പുല്ലാ ടെറസില്. നീ അങ്ങനെ ചെയ്യരുത്. നിന്റെ അമ്മ പറഞ്ഞില്ലേ, പിന്നെ നീ പുല്ല് വെട്ടാതെ പുല്ല് വെട്ടുകള. നേരത്തെ നിങ്ങൾ തന്നെയല്ല പറഞ്ഞ പൂവൊക്കെ വേനെടുക്കും അതിന് വെട്ടരുതെന്ന്. ഇപ്പൊ പറയുന്ന അത് വെട്ടാൻ. ഇല്ല, ഞാൻ വെട്ടില്ല. മനസ്സിലായി, അവള് പറഞ്ഞെല്ലാം പച്ച കളറാണ്. ഇപ്പൊ അവള് പെരുങ്കളിയാന്ന് തെളിഞ്ഞില്ലേ. ഓ, എനിക്ക് വയ്യ, പോയും പുല്ലും വെട്ടാൻ. എങ്ങാനും പുല്ല് വെട്ടില്ല, അമ്മ വന്ന് എന്നെ തല്ലും. ഇടക്ക് പോവാം. ഇവളാ കൊച്ചിനെ നശിപ്പിക്കും. ഇവൾ എന്നെ കുറ്റാൻ, ഇവളിപ്പോ ചീത്തയായിപ്പോയി. ആ പറഞ്ഞു ശരിയാ, ഞാനിപ്പോ ചീത്ത കുട്ടിയായിപ്പോയി. ഇനി ഞാൻ ഡെവിളിന്റെ കൂടെ നടക്കത്തില്ല. ബൈ. അവസാനം ഞാൻ തന്നെ ജയിച്ചു. കുറച്ച് നേരം കഴിയുമ്പോ അവൾ എൻ്റെ അടുത്ത് നീ എന്നെ കാണിക്കില്ല.